Hi everyone. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി എന്ന സബ്ജക്റ്റ് ഇട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ 2021 പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ സ്നോബോൾ സാമ്പിളിംഗ്, അതായത് സ്നോബോൾ സാമ്പിളിംഗ് നമ്മുടെ അനാലിസിസ് പാർട്ടിൽ വരുന്ന സംഭവമാണത്. ഓക്കെ, ലൈക്ക് നമ്മുടെ പ്രോബിലിറ്റി സാമ്പിളിംഗ് ആ പാർട്ടിൽ വരുന്നതാണ്. ദെൻ വാട്ട് ഇസ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഇസ് മീൻ ബൈ ക്ലസ്റ്റർ സാമ്പിളിംഗ്, ദെൻ വാട്ട് ഡു യു മീൻ ബൈ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, ദെൻ വാട്ട് ഇസ് പോപ്പുലേഷൻ, ദെൻ വാട്ട് ഡു യു മീൻ ബൈ സാമ്പിളിംഗ് എറർ, ദെൻ ഡിസ്കസ് നോമിനൽ സ്കെയിൽ എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ പാർട്ട് എ. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടാണ്. പോപ്പുലേഷൻ എന്താണ്, സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ്, സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്, സാമ്പിൾ എന്താണ്. ദെൻ വരുന്നത് ഒരു പ്രോബ്ലം ആണ്, അതായത് ഇന്റർപ്രിട്ടേഷൻ പോലെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് നമ്മുടെ ടി ടെസ്റ്റ് പറയുന്നുണ്ട്, ഇതിൽ ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടി ടെസ്റ്റിന്റെ കാൽക്കുലേഷൻസും അതേപോലെ തന്നെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് 2021 വന്ന പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സാമ്പിളിംഗ് സെലക്ഷൻസിന്റെ കാര്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേർപ്പസീവ് സാമ്പിളിംഗ് എന്താണ്, ക്വാട്ട സാമ്പിളിംഗ് എന്താണ്, എക്സ്പേർട്ട് സാമ്പിളിംഗ് എന്താണ്, മൾട്ടി സ്റ്റേറ്റ് സാമ്പിളിംഗ് എന്താണ് എന്നുള്ളതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രൈമറി ഡേറ്റ സെക്കൻഡറി ഡേറ്റയുടെ ഡിഫറൻസ് ആണ്. ദെൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ കോറിലേഷൻ കോഎഫിഷ്യന്റ് സെയിൽസ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള വാല്യൂസും കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ട്. സോ ഇതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദ ടു റെഫറൻസ് സ്റ്റൈൽസ്, അതായത് APA സ്റ്റൈലും MLA സ്റ്റൈലും ആണ് ഇവിടെ നമ്മൾക്ക് വരുന്നത്. ദെൻ നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നത് റിസർച്ച് മെത്തഡും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതാണ് പാർട്ട് ബി. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ സെൻസസ് സർവേ പറഞ്ഞ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ദെൻ വരുന്നത് എനോവയാണ്, നമ്മളുടെ എനോവ കാൽക്കുലേഷൻസ് ആണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ദെൻ സെൻസസും സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ ഹൈപ്പോത്തിസിസ് പറഞ്ഞാൽ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്താണ് എന്നുള്ളതാണ് 2021 നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 2022 പോവാണെങ്കിൽ 2022 നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലാണെങ്കിൽ റിസർച്ചിനെ ഡിഫൈൻ ചെയ്യാനായിട്ടും കേസ് സ്റ്റഡി എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, നൾ ഹൈപ്പോത്തിസിസ് എന്താണ്, എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്താണ്, പ്രൈമറി ഡേറ്റ എന്താണ്, ആക്സിഡൻഷ്യൽ സാമ്പിളിംഗ് എന്താണ് എന്നുള്ളതൊക്കെയാണ് പാർട്ട് എ. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ആണ്, അതായത് നമ്മൾക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ടി വാല്യൂ തന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലിറ്ററേച്ചർ സർവേ എന്താണ്, ലിറ്ററേച്ചർ സർവേയും അതേപോലെ തന്നെ അതിന്റെ മെത്തേഡ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ്. ദെൻ അതിനുശേഷം ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ആണ്, റിസർച്ചിനെ കുറിച്ചുള്ള ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ്, അതായത് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ സ്റ്റാരിഫൈഡ് റാൻഡം സാമ്പിളിങ്ങും അതേപോലെ തന്നെ ഫ്രം കോട്ട സാമ്പിളിംഗിൽ നിന്ന് എത്രത്തോളം അതിന്റെ ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ റിസർച്ചിന്റെ പ്രോസസ്സാണ്. ഓക്കെ, ഒരു 13-14 പ്രോസസ്സില്ലേ, ആ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്വസ്റ്റ്യൻസ് യൂസ്ഡ് ഇൻ ക്വസ്റ്റ്യനെയർ, അതിന്റെ ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് യൂസ്ഡ് ഇൻ ദ ക്വസ്റ്റ്യനെയർ. ദെൻ ഡിസ്ക്രിപ്റ്റീവും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു പ്രോബ്ലം ആണ്. ഇവിടെ പറഞ്ഞത് നമ്മളുടെ കാൽപിയേഴ്സിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ അനോവ, ഒന്നില്ലെങ്കിൽ കോറിലേഷൻ. ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ പാർട്ട് സിയിലോട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ റിസർച്ച്ഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും അതേപോലെ തന്നെ നമ്മളുടെ സാമ്പിളിംഗ് ഡിസൈൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് റിസർച്ചർ എന്തൊക്കെ ചെയ്യണേ എന്നുള്ളതാണ്. പിന്നെ ഷോർട്ട് നോട്ട്സ് ആണ്, അതായത് സിമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലും ലിക്വിഡ് സ്കെയിലും ഗ്രാഫിക് റൈറ്റിംഗ് സ്കെയിലും തമ്മിലുള്ള സ്കെയിൽസും തമ്മിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റ് ആൻഡ് സർവേ. ദെൻ അതിനുശേഷം നീഡ്സ് ഫോർ റിവ്യൂവിംഗ് ദ ലിറ്ററേച്ചർ ഫോർ ദിസ് റിസർച്ച്. ദെൻ അതിനുശേഷം നമ്മുടെ ഗുഡ് ഹൈപ്പോത്തിസിസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗും സ്റ്റാരിഫൈഡ് സാമ്പിളിംഗ് തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് പാർട്ട് എ. ദെൻ പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ മൾട്ടിവേരിയറ്റ് അനാലിസിസ് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അതിനുശേഷം വരുന്നത് ഇമ്പോർട്ടന്റ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ ഇവാലുവേറ്റ് ഇന്റർവ്യൂവിംഗ് ആസ് ദ മെത്തേഡ് ഓഫ് ദ ഡേറ്റ കളക്ഷൻ, അതായത് ഇന്റർവ്യൂവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിസ്ക്രൈബ് ദ പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് വൈൽ പ്ലാനിങ് റിപ്പോർട്ട് റൈറ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ വരുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ്. ദെൻ അതിന് ശേഷം വരുന്നത് ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതായത് സാമ്പിൾ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ ഡീവിയേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇതിന്റെ വെച്ചിട്ട് നമ്മുടെ സാമ്പിളിന്റെ ഒരു റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്കൊരു പ്രോബ്ലമാണ്, അതായത് ഹൈപ്പോത്തിസിസ് കാൽക്കുലേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഹൈപ്പോത്തിസിസ് കാൽക്കുലേഷൻ മിക്കവാറും ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, പക്ഷെ ഇത് ഇവിടെ ചോദിച്ചു വെച്ചു. ഓക്കെ, ഒരു ഹൈപ്പോത്തിസിസ് കാൽക്കുലേഷൻസിന്റെയാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൈപ്പോത്തിസിസ് 5% പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഡേറ്റ ഇംപ്ലൈസസ് എഡിറ്റിംഗ് കോഡിംഗ്, അതായത് എഡിറ്റിംഗ് കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഡേറ്റ കളക്ഷൻ സംതിങ് അവിടെ ഒരു ചാപ്റ്ററിലുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത്. അതിന്റെ സിഗ്നിഫിക്കൻസും അതിന്റെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ സ്റ്റെപ്സ് ആണ് റിസർച്ച്. 3 ഇയേഴ്സിലും പാർട്ട് ബിയിൽ 2 പ്രോബ്ലം, പാർട്ട് സിയിലും ഒരു പ്രോബ്ലം, ഇങ്ങനെയാണ് വരുന്നത്. സോ അതിന്റെ ബേസിസിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നിങ്ങൾ അനോവയും കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് നമ്മൾ ആദ്യം മുതൽ പഠിക്കുന്നതല്ലേ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അനോവയും കോറിലേഷൻ ഓഫ് കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കാൽക്കുലേഷൻസ് ഒക്കെയാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ ചെയ്യുന്നത് സിമ്പിൾ അല്ലേ. ഓക്കെ, സോ അതിന്റെ ബേസിസിൽ വേണം നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് തിയറി കോൺസെൻട്രേറ്റ് ചെയ്യാനും നിങ്ങൾ പാസ്സാവും. ഓക്കെ, ബിക്കോസ് അങ്ങനെ പ്രോബ്ലം കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ റിസർച്ച് മെത്തഡോളജി പഠിക്കുക. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങളുടെ റിസർച്ച് മെത്തഡോളജിയിൽ വരുന്നത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.